ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള മാങ്ങ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ അരിഞ്ഞ് പുളിയുള്ളതാണെങ്കിൽ കഴുകിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ചെറുതാക്കാം, ഇതിൽ വലുതാക്കാം. നമുക്ക് ആവശ്യക്കാരുടെ അനുസരിച്ച് അവരോട് നമ്മൾ ചോദിക്കും കേട്ടോ, എന്നിട്ടാണ് നമ്മൾ മാങ്ങ കട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഞാനിവിടെ കഴുകി വാരി പുളി കളയാൻ വേണ്ടി കഴുകി വാരി ഇതുപോലെ വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 5 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയ്ക്കകത്ത് ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല, ചിലർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ മാങ്ങയുടെ ആ ഒരു ക്രിസ്പിനെസ് കറുകറാന്നുള്ളത് പോവും. ഇനി നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ സമയം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് കറിക്കാണോ അച്ചാറിനാണോ കറിവേപ്പില ചേർക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കീറി, അതായത് ഒരു കറിവേപ്പില ഇങ്ങനെ ഒന്ന് പിച്ചി എടുത്തിട്ട് വേണം ഇടാൻ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കുറച്ചധികം തന്നെ കായം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി ചെനച്ച മാങ്ങയിലാണ് അച്ചാറിടുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചൂടോടുകൂടി ഒരിക്കലും മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം തണുത്ത്, ഇപ്പോൾ ഇത് ഒട്ടും ചൂടില്ലാത്തപ്പോഴാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ കഴുകി വാരി വെള്ളം ഒട്ടുമില്ലാത്ത അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കഴുകി വാരി ഒട്ടും വെള്ളമില്ലാത്ത മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചൂടോടുകൂടി മാങ്ങ ഇട്ട് ഇളക്കി കഴിയുമ്പോഴേക്ക് മാങ്ങ വെന്ത് പോകും. ഇവിടെ എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിനും ഇഷ്ടം കറുകറാന്ന് കടിക്കാൻ കിട്ടുന്ന മാങ്ങയാണ്. ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ തന്നെയും കേടാകാതെ ഇരുന്നോളും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എത്ര നാൾ പുറത്തിരുന്നാലും 1 മാസമൊക്കെ പുറത്തിരുന്നാലും ഈ മാങ്ങ ഇങ്ങനെ തന്നെ ഈ കറുകറാന്നുള്ള ക്രിസ്പിനെസ്സിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.